നീറ്റ് ആൻഡ് പ്രീ കീം എക്സാം നടക്കുന്ന തൃശൂർ, എറണാകുളം, പാലക്കാട്, ട്രിവാൻഡ്രം സെന്ററിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ +2 മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീ നീറ്റ് എക്സാം വളരെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളുടെ കുട്ടികൾക്ക് ഇതേപോലൊരു പ്രീ നീറ്റ് എക്സാം നടത്തുന്നത്. അത് കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത്രയും സക്സസ്ഫുള്ളാക്കി നടത്താൻ പറ്റിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പ്രീ നീറ്റ് എക്സാം? അല്ലേ, നമ്മൾ സാധാരണ ഓൺലൈനായിട്ട് നമ്മുടെ ബാച്ചിലാണെങ്കിലും ഒക്കെ ആയിട്ട് ഒത്തിരി ടെസ്റ്റുകളൊക്കെ നീറ്റിൻ്റെ എടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള എറേഴ്സൊക്കെ നമ്മൾ തന്നെ ഇപ്പോൾ കുറച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ നമ്മൾ May 5 നടക്കാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈനാണ്. അപ്പം അതിനൊരു മോഡൽ എക്സാം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു പ്രീ നീറ്റ് എക്സാമിൻ്റെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ബബ്ലിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്, കുറേ മക്കൾക്ക് ചിലപ്പോൾ അത് ഹെൽപ്ഫുള്ളാവും. ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മക്കൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് വെച്ച് കരുതുന്നു. ആ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ആൻസർ കീ എന്നാണ് വരിക, റിസൾട്ട് എന്നാണ് വരിക എന്നായിരിക്കും അല്ലേ. അപ്പം നിങ്ങളുടെ ആൻസർ കീ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ വരുന്നുണ്ടാകും. ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ടും വരുന്നുണ്ടാകും. അപ്പം എല്ലാവരും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ആൻസർ കീ വന്നാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ തന്നെ എൻ്റെ കുട്ടികളെ അറിയിക്കും. അതേപോലെ തന്നെ റിസൾട്ടും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഈ എക്സാം എഴുതിയ എല്ലാ മക്കൾക്കും കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്കൊരു മോഡൽ എക്സാം കിട്ടിയെന്ന് കരുതാം. ഇതിലും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇനിയും പഠിക്കുക, മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കുക, എവിടേക്കാണ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻസ് അടിപൊളിയാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മളുടെ ഡ്രീമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.